ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡ് ഐറ്റം കൊണ്ടാണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഇയർ 2025 അവസാന ഡേ ആണ് ഇന്ന്. ഇപ്പോൾ ടൈം 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡിന്നറിന് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നൂഡിൽസ് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് മാഗി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഇപ്പി വാങ്ങിക്കുന്നു, അങ്ങനെയാണല്ലോ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറ്. ഇന്ന് നൂഡിൽസ് നമ്മൾ ചൈനീസ് നൂഡിൽസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നൂഡിൽസിലപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ആളാരാ? ഇവൻ തന്നെയാണ് നൂഡിൽസ്. അപ്പോൾ ഇത് നമ്മുടെ ചൈനീസ് ലോങ് നൂഡിൽസാണ്. ഇതിൽ 380 ഗ്രാമാണുള്ളത്. 380 ഗ്രാം പറയുമ്പോൾ 70 റുപ്പീസാണ് വരുന്നത്. സോ ഇത് തന്നെ നമുക്ക് കുറേ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനുള്ളതുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്യാരറ്റ്, പിന്നെ ബീൻസ്, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഇത് സെൻറ്ററിൽ കിടക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് നിർബന്ധമില്ല, ജസ്റ്റ് ഞാനൊന്ന് അതും കൂടി 2 അല്ലി വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾസിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. ഞാൻ എഗ് നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കണ്ട പോലെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സോയാ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സോൾട്ട് അത് നിർബന്ധമാണല്ലോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേറെ ഒന്നും ഇടണമല്ല. പിന്നെ ഞാൻ പറഞ്ഞു എഗ് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ നൂഡിൽസ് ആക്കാം. പക്ഷേ ഇപ്പോൾ ചിക്കൻ ഇല്ല, അതുകൊണ്ട് ഞാൻ എഗ് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ നൂഡിൽസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. സെൻറ്റർ പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്, ഇല്ലെങ്കിൽ നമുക്കിതിൽ കൊള്ളില്ല. നമ്മളിപ്പോൾ ഈ നൂഡിൽസിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു വെജിറ്റബിളും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം. അത് ഞാൻ മറന്നു പോയതാണ്, സോറി ഗൈസ്. അപ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിൽ ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളം നന്നായിട്ട് വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ 2 എഗ്ഗ് ഉണ്ടായിരുന്നത് അത് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലാവുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ സുഖമാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്. പിന്നെ നമ്മളെന്താ ഫസ്റ്റ് ഇട്ടത് വെളുത്തുള്ളി ആയിരുന്നു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഹാഫ് കുക്കായിട്ട് വരണം. ഇത് ഹാഫ് കുക്കായി വരുമ്പോഴേക്കും നമ്മുടെ നൂഡിൽസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് തണുത്ത് വരും. അതൊന്ന് തണുത്ത് വരട്ടെ. വെജിറ്റബിൾസ് എല്ലാം ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ആഡ് ചെയ്യാണ്. പിന്നെ നേരത്തെ നമ്മൾ വാരാൻ വേണ്ടി വെച്ച നൂഡിൽസ് കുറച്ച് തണുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ആ ഒരു സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ നമ്മുടെ നൂഡിൽസിൽ നന്നായിട്ട് പിടിക്കണം. കുറച്ച് നേരം നന്നായിട്ട് തീ കത്തിച്ചുകൊണ്ട് തന്നെ നമ്മളതിന് മിക്സ് ചെയ്യുക. നൂഡിൽസിൻ്റെ പകുതി മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തുള്ളൂ. എന്നിട്ടും നമുക്ക് കുറേ അധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിരുന്നു. അതുകൂടാണ്ട് എനിക്ക് വീണ്ടും ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി വേണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കുരുമുളക് പൊടിയും കുറച്ചും കൂടി സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും ഞാൻ ആഡ് ചെയ്തിരുന്നു. നൂഡിൽസൊക്കെ നമ്മൾ ചൂടോടെ വേണമല്ലേ കഴിക്കാനായിട്ട്. സോ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.